അരമനയിൽ സുൽത്താന്റെ പരിചരണോ സീറിന്റെ പ്രിയമകനാണ് മുഞ്ചൻ ബദറുൽ മുനീർ. അവനെ പ്രിയതമനായി കാണുന്നു ഹുസ്നുൽ ജമാല്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിമന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1,200 ചിക്കൻ എടുത്തിരിക്കുന്നത്. അത് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മന്തി മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. മന്തി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണ് മല്ലി, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ജീരകം, ഇത്രയും ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് കണക്കാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പിടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇല്ലാട്ടോ, ആ ചിക്കനിലേക്ക് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മന്തി ഒരുപാട് തരത്തിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു മസാലയിൽ തന്നെ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് അത് വേറെ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് തരത്തിൽ ട്രൈ ചെയ്യാറുണ്ട് നമ്മൾ. അതിൽ ഒന്നാണ് കേട്ടോ ഇത്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ചിക്കനിലേക്ക് തട്ടിക്കൊടുക്കാം. മന്തിക്ക് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും സ്കിന്നുള്ള ചിക്കനാണ് എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വരഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല ഒക്കെ ഒന്ന് നന്നായി ഉള്ളിലേക്ക് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ഈ അൽഫാമും ബാർബിക്കും അതുപോലെ തന്നെ മന്തിയൊക്കെ കഴിക്കുമ്പോൾ സ്കിന്നുള്ള ചിക്കനാണ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ ഈ സ്കിന്നുള്ള ചിക്കൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇത്. അതാണ് ഞങ്ങൾ കൂടുതലായിട്ടും വീട്ടിൽ ഉണ്ടാക്കണേൽ സ്കിന്നില്ലാത്ത ചിക്കൻ തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇനി ഈ ചിക്കൻ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ചോറിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പം ഞാനിവിടെ 3/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി കഴുകി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്പൈസസ് ആയി എടുത്തിരിക്കുന്നത് മല്ലി, കുരുമുളക്, ഏലക്കായ, പട്ട, കരയാമ്പൂവ്, പിന്നെ ജീരകം, ബേ ലീഫ്, ഇത്രയാണ് സ്പൈസസ് ആയി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം തക്കാളി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനുള്ള ഒരു എളുപ്പപ്പണിയാണ് ഈ മന്തി. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അതുപോലെ തന്നെ ഡ്രൈ ലെമൺ ഇവിടെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ലെമൺ എടുക്കുമ്പോഴില്ലേ എപ്പോഴും ഒരു ഭാഗം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോറിലേക്ക് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും കേട്ടോ. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണ എടുക്കാണ്ടിരിക്കുക. പിന്നെ മന്തിയിലത്തെ മെയിൻ സാധനമാണ് ഈ മാഗി ക്യൂബ്. അത് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലും മന്തി ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതിലൊന്നാണ് കേട്ടോ ഇത്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് എന്തായാലും ചോറിനുള്ള പരിപാടി തുടങ്ങാം. അതിനുവേണ്ടി ഇവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കണേ. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. ഇനി നേരെ നമ്മുടെ ആ സ്പൈസസും ആ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്നും മൂപ്പിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഈ മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നപ്പോൾ അതിനകത്തേക്ക് ക്യാപ്സിക്കവും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ഡ്രൈ ലെമണും എല്ലാം കൂടെ ഒന്നിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ ചോറിൽക്കും കൂടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. വഴറ്റിയെടുക്കണ്ടെന്ന് പറഞ്ഞത് ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ ചോറിൻ്റെ ഒപ്പം കിടന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്തേക്ക് ചോറിൽക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റില്ല, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യുന്നത് എന്തിനാന്ന് വഴിയേ കാണാം. ഉപ്പിട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അരി ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ 3/4 കിലോ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയാണ് എടുത്തത്. ഇതിനകത്ത് നമ്മൾ കുതിർത്താനോ ഒന്നും വെച്ചിട്ടില്ല. സെല്ലാ റൈസാണ് എടുത്തത്. ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഒന്നും കൂടി ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി കൂടെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല, അത് എന്തിനാണെന്നറിയാം, ഇതിന് വേണ്ടിയിട്ട് തന്നെ 2 ഫോയിൽ പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഫോയിൽ പേപ്പർ ഈ പാത്രത്തിന് ആവി പുറത്തേക്ക് വരാത്ത വിധം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ടും. അതിനുശേഷം അതുമേൽ ഫോർക്ക് വെച്ചിങ്ങാണ്ട് കുറേ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചോളാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുമ്പ് ചെയ്തിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നത്. കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോൻ തന്നെയാണ്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അത് നല്ല ആസ്വദിച്ച് കഴിക്കും. അതിന് നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മളോട് പറയാം. അഥവാ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളെ കളിയാക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നുമില്ല. നമുക്ക് ഒട്ടും വിഷമം തോന്നാത്ത, നിരാശ തോന്നാത്ത, ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ തോന്നുന്ന രീതിയിലാണ് നമ്മളോട് അത് പറയുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുക്കിംഗ് പഠിച്ചത് തന്നെ ഇവിടെ വന്നിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം നാട്ടിലുണ്ടായിട്ടുള്ള ആ സമയത്താണെങ്കിൽ പോലും ഉമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ നിന്നു എല്ലാം ചെയ്തു കൊടുക്കുന്നല്ലാണ്ട് ഒറ്റയ്ക്കായിട്ടുള്ള ആ കുക്കിങ്ങിനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്തു. പിന്നെ കൂടുതലും ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മാനും ഉമ്മച്ചിനൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാലും അബദ്ധങ്ങളൊക്കെ പറ്റിയായിരുന്നു. പക്ഷെ രാശി നല്ല സപ്പോർട്ടായിരുന്നു. രാശി അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ രാശി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ആ ഹോൾസ് ഇട്ട് കൊടുത്തില്ല. അതിനുശേഷം ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുക്ക് ചെയ്യാനറിയാം. എന്നാൽ വലിയ കുക്കായിട്ടും ഇല്ല. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഉമ്മച്ചി നല്ല സപ്പോർട്ടായിരുന്നു. പൊതുവേ കാണുന്ന ഒരു അമ്മായിമ്മയെ അല്ല ഉമ്മച്ചി, നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരു ഉമ്മ തന്നെയാണ്. എൻ്റെ ഉമ്മയും ഉമ്മച്ചിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഇവിടം വരെ എത്തി. ഇനി എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ചിക്കനൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും ആവി പുറത്ത് പോവാത്ത രീതിയിൽ വേണം കേട്ടോ കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. ആ ചോറ് വേവണേൻ്റെ ഒപ്പം തന്നെ ഈ ചിക്കനും വെന്തിട്ടണം. അപ്പം നമുക്ക് ഒട്ടും ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. നല്ല രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാനായിട്ട്. ഏറ്റവും ചെറിയ തീയിൽ 20 മിനിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 20 മിനിറ്റിൽ ചിക്കൻ വെന്ത് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒരു സംശയവും വേണ്ട, ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അരിയുടെ അളവാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതുപോലെ തന്നെ ഇത് ഈ കവർ ചെയ്യുന്നത് ഒട്ടും ആവി പോവാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ആ മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനിയും വെറൈറ്റി രീതിയിലുള്ള മന്തിയുടെ വീഡിയോസ് നമുക്ക് ഇടാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ടെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ എല്ലിൻ്റെ ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിലേക്ക് ആ മസാല നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഇല്ല, അതൊക്കെ ആ റൈസിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെ റൈസിന് കിട്ടും കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഇതേപോലെ തന്നെ കഴിക്കാം. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് എയർ ഫ്രയറിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രൈ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ചിക്കൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഇത്തിരിക്കോളം ഓയിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം ഫ്രൈ ചെയ്യാൻ വെക്കരുത്, കാരണം ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഫ്രൈ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴിക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അധികം നേരം വെച്ചിട്ടില്ല, 2 മിനിറ്റ്. ഈ ചിക്കൻ എടുക്കുമ്പോൾ മനസ്സിലാവണില്ല ഇത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോയിൽ പേപ്പർ ഒന്ന് കീറി കൊടുത്തിട്ട് ആ മസാല മുഴുവൻ ആ ചോറിലേക്ക് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഫോയിൽ പേപ്പർ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം കേട്ടോ.
ഇതാ കണ്ടില്ലേ, റൈസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തട്ടി കൊടുത്ത മസാലയാണ് ആ കിടക്കുന്നത്. ഇനി പതുക്കനെ ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ ഒരു ചിക്കൻ്റെ ആ ഒരു വേവുമ്പോൾ ആ വെള്ളം കൂടി റൈസിലേക്ക് വീണുകൊണ്ട് തന്നെ നല്ലൊരു മന്തിയുടെ ഫ്ലേവർ തന്നെ ഇനി കിട്ടുന്നുണ്ട് കേട്ടോ. മന്തി എടുക്കാനായിട്ട് എപ്പോഴും നല്ലത് ഈ സെല്ലാ റൈസ് തന്നെയാണ്. ഇതിൽ നമുക്ക് അടിപിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. കറക്റ്റ് ആ ഒരു 20 മിനിറ്റ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു റൈസും ചിക്കനും കിട്ടും. ഇതിന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് വിട്ട് തന്നെ കിട്ടും കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. ഇനി ചിക്കൻ ഓരോന്നും എടുത്തുങ്ങാണ്ട് ഈ റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യാൻ വെക്കുമല്ലോ, അങ്ങനെ വെക്കണം എന്നുള്ളവർക്ക് വെക്കാം കേട്ടോ. ഞാൻ ചില സമയത്ത് വെക്കാറുണ്ട്, ചില സമയത്ത് വെക്കാറില്ല. അപ്പം ഇപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. സ്മോക്ക് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം നടുവിൽ വെച്ച് കൊടുത്തിട്ട് കരി കത്തിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിയില്ലാണ്ട് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാന്നേ. ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അക്വേറിയം ലവേഴ്സിന് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം.